അച്ഛൻ്റെ ഒരു തമ്പുരാട്ടിയാണ്. അതുപോലത്തെ ഡ്രസ്സ്, അതുപോലത്തെ തലമുടിയൊക്കെ ഇതൊക്കെ ആയിട്ട്. ഇന്ന് എന്നെ ഇവിടുത്തെ ഒരു ചേച്ചി കണ്ടപ്പോ തന്നെ പറഞ്ഞു വളരെ ഹാപ്പി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടല്ലോ. ശരിയാട്ടോ, എന്നെ ഇന്ന് കണ്ടപ്പോഴുണ്ട് ഒരുപാട് കാലം പരിചയമുള്ളവരെ. എൻ്റെ ഭർത്താവാണ് അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരനാണെന്ന് ഒരുമിച്ച് നടന്നാൽ എങ്ങനെയായിരിക്കും കാണുന്നവരുടെ ഒരു ദൃഷ്ടി? മൺചിത്രത്താഴിലെ സണ്ണിയാകേണ്ടത് പുള്ളിക്കാരത്തിയായിരുന്നു. 10 തലയാ പറഞ്ഞ രാവണൻ. എന്തായാലും നമുക്ക് വൈകുന്നേരം കുറെ ട്രിപ്പ് ഇറങ്ങിയിട്ടുണ്ട്. അതൊന്നും അത്ര നല്ലതല്ല. സ്നേഹം, പ്രണയം, ഇഷ്ടം എന്നൊക്കെ തോന്നുന്നത് ഇപ്പൊ കൊച്ചു പ്രായത്തിൽ അതൊരു വേറെ മാതിരിയായിരിക്കും. എന്റെ ഐഡിയ ഓഫ് ലവ് ഇസ് ഫ്രീഡം. അങ്ങോട്ടും കൂടെ ഉള്ള സ്വാതന്ത്ര്യം, എന്നും പറയാനുള്ള സ്വാതന്ത്ര്യം. പെൺകുട്ടികളും ആൺകുട്ടികളും വളരെയധികം ശ്രദ്ധിക്കണം. ഒരു ട്രിപ്പിനും പോയത് വീട്ടുകാർ ആലോചിച്ചത് കല്യാണം കഴിക്കുക, അന്തസ്സായിട്ട് ചെയ്യും. എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ഒരു ക്യാരക്ടറുണ്ട്, ലീന. മൂക്കില്ല രാജ്യത്തിലെ ലീന. ഹായ് ലീന. ആ പെൺകുട്ടി ഏതാ? എനിക്കറിയില്ല. തിലകൻ സർ, സിദ്ദിഖ് ജി, മുകേഷ് സർ, ജഗതി ശ്രീകുമാർ. നമ്മളെ ഒരിക്കലും കൈവിടില്ല എന്ന് തോന്നുന്ന, can protect us. അങ്ങനത്തെ അതാണ് എനിക്ക് തോന്നുന്നത്. ഈ ഒരു മാനസികമായ ഒരു ഇത് എപ്പോഴും സംഘർഷം എപ്പോഴും ഉണ്ടാവും. കോൺസ്റ്റന്റ് തോട്ട്സ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അത് നമ്മളെ എഫക്ട് ചെയ്യും. ഹായ് ഹലോ ആൻഡ് വെൽക്കം ടു BTF നെറ്റ്വർക്ക്. ഇന്ന് എനിക്കൊപ്പം മധുരമേ ജീവിതം എന്ന ചിത്രത്തിന്റെ വിശേഷങ്ങളുമായി ജോയിൻ ചെയ്യുന്നു ഗായത്രി, ഇനിയാമ ആൻഡ് ജോണി ആൻഡ്. 3 പേർക്കും നമസ്കാരം. വളരെയധികം സന്തോഷത്തിലാണ് ഞാൻ ആക്ച്വലി നിങ്ങളെ 3 പേരെ എനിക്ക് ഗസ്റ്റ് ആയിട്ട് കിട്ടിയത്. അപ്പോൾ മധുരമേ ജീവിതത്തിന്റെ വിശേഷങ്ങൾ എന്താണ് ഈ മൂവി ആക്ച്വലി, എത്രത്തോളം മധുരമാണ് ഈ മൂവി? അത് മാം പറയുന്നതായിരിക്കും നല്ലത്. കാരണം ഞാൻ ഈ സിനിമയിലെ നായികയാണ്. പിന്നെ ഈ മധുരമേ ജീവിതം, മാമിന്റെയും സിദ്ദിഖേട്ടന്റെ കഥാപാത്രം, ഇവര് തമ്മിലുള്ള ആ ഒരു ബന്ധം, ഈ മധുരമേ ജീവിതം എന്താണെന്ന് നോക്കി നിന്ന് കാണുന്ന അവരുടെ എന്താ പറയണ്ട അഭ്യുദയകാംക്ഷയാണ് ഞാൻ. അപ്പോൾ ഞാൻ പറയട്ടെ. സ്വീറ്റ് ഒരു പോസ്റ്റർ ഒക്കെ കണ്ടുപിടിച്ച് ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിട്ടൊക്കെ ഫീൽ ചെയ്തു. എന്താണ് സത്യം, നല്ല സ്വീറ്റ് ആയിട്ടുള്ള ക്യാരക്ടർ തന്നെയാണ്. മധുരമീ ജീവിതം നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഒരു പടം കൂടിയാണ്. ജീവിതത്തിൽ പല ചെറിയ സാഹചര്യങ്ങളിൽ ഞങ്ങൾ ഈ മാധുര്യത്തിന് ആസ്വദിക്കാറുണ്ട് അല്ലേ? ചെറിയ കാര്യത്തിൽ. ഇപ്പോൾ രാവിലെ എണീറ്റ് സൂര്യോദയം കണ്ടു എന്ന് പറയുമ്പം അതൊരു ഇൻസ്പയറിങ് തിങ് ആണ്. എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ എന്ത് ചെയ്താലും ചെയ്തില്ലെങ്കിലും സൂര്യൻ ഉദിക്കും അല്ലേ? ഇവിടെ എത്ര യുദ്ധങ്ങൾ ഉണ്ടായാലും ചന്ദ്രൻ ഉണ്ടാവും. അവർക്കൊന്നും പറ്റുന്നില്ല. അങ്ങനെയാണ് നമ്മുടെ മനോഭാവം വേണ്ടത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇത് കഥാപാത്രത്തിൻ്റെ അഭിപ്രായമായിരിക്കില്ല, പക്ഷെ എൻ്റെ ഒരു അഭിപ്രായം ഇങ്ങനെയാണ് ഉള്ളത്. അപ്പോൾ ഒരു കൊച്ചു കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു സന്തോഷം, ഒരു മാധുര്യം ഒക്കെ കൊണ്ടുവരുന്നത്. ഇങ്ങനെ വളർന്ന് വന്ന് ഒരു സീനിയാരിറ്റിയുടെ ഒരു ലെവലിൽ എത്തുമ്പോഴാണ് പല പ്രതീക്ഷകളുണ്ടാവുക, എക്സ്പെക്റ്റേഷൻസ് ഉണ്ടാവുക. ഈ എക്സ്പെക്റ്റേഷൻ അനുഭവം കൊണ്ടായിരിക്കും, അല്ലാതെ പിന്നെ അപ്പോൾ ഉണ്ടായ ഒരു മാനസിക അവസ്ഥ ഉണ്ടാവാം, എന്ത് വേണമെങ്കിലും ആവാം. അപ്പോൾ ആ ഒരു എക്സ്പെക്റ്റേഷൻ വന്നു പോവും. ആ എക്സ്പെക്റ്റേഷൻ മീറ്റ് ചെയ്യാൻ പറ്റാതായപ്പോഴാണ് ഒരു നിരാശ, ആ ഉത്സാഹക്കുറവ്, പിന്നെ ഏജിൻ്റെ ഒരു ക്ഷീണം, പിന്നെ റിട്ടയർമെൻറ്റിൻ്റെ ഒരു എന്താ പറയുക, ഒരു ഫെയില്യൂർ ഫീലിംഗ്, ലെറ്റ് ഡൗൺ ഫീലിംഗ്. ഇതൊക്കെ ഉണ്ടാവുന്നത് ഒരു സീനിയോറിറ്റി വരുന്ന സമയത്താണ്. ആ സമയത്ത് മനസ്സിന് തോന്നിപ്പോകുന്നു, എനിക്ക് ഒരു കൂട്ടുകാരൻ വേണം, എനിക്ക് ഒരു കൂട്ടുകാരി വേണം എന്നുള്ള കാര്യം അപ്പോഴാണ് തോന്നുന്നത്. ഇപ്പോൾ പല ആർട്ടിക്കിൾസിൽ ഞങ്ങൾ വായിച്ചിട്ടുണ്ട്, പല ഷോർട്ട് ഫിലിംസ് കണ്ടിട്ടുണ്ട്. ഇങ്ങനെയുള്ളവർ കൊച്ചുപ്രായത്തിലുള്ളവർ ചിലവരൊക്കെ കളിയാക്കുന്നുണ്ട്. എന്തിനാ ഈ പ്രായത്തിൽ ആവശ്യമുണ്ടോ, എന്തിനാ ഒരു ഭാര്യ, എന്തിനാ ഒരു ഭർത്താവ്, എന്ത് ചെയ്യാനാ, ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. പക്ഷെ ആ അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞ ശേഷം മാത്രമേ എന്തിനാണ് ഈ സ്നേഹം വേണ്ടത് എന്നുള്ള കാര്യം മനസ്സിലാവും. അതുവരെ മനസ്സിലാവില്ല.
അതുവരെ നിങ്ങൾക്ക് നിങ്ങളുടെ ചൈതന്യമുണ്ട്, ഉത്സാഹമുണ്ട്, എല്ലാമുണ്ട്. അത് കഴിഞ്ഞ ശേഷമാണ് ഈ ഒരു മാധുര്യത്തിൻ്റെ ആവശ്യം വരുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു തോട്ട് പ്രോസസ്സിലാണ് ഈ പടം ഉണ്ടായത്. മധുരമീ ജീവിതം. എത്ര മധുരമാണ് സ്നേഹമെന്നുള്ളത്, എത്ര മധുരമാണ് ഒരു കമ്പാനിയൻഷിപ്പ് ഉണ്ടാവുന്നത് എന്ന് കാണിക്കുന്ന ഒരു സിനിമയാണ് മധുരമീ ജീവിതം. ഭയങ്കര സ്വീറ്റ് ആയിട്ട് മാം അതിനെ എക്സ്പ്ലെയിൻ ചെയ്തു. ധ്യാനത്തിനൊക്കെ പോയ പോലെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പോവുകയും ചെയ്തു. നമ്മളിങ്ങനെ അലിഞ്ഞിരുന്നു. ഞാൻ രക്ഷപ്പെട്ടു. അതിന് തന്നെ മൈക്ക് അങ്ങോട്ട് കൊടുത്തോണ്ട്. അല്ല, എനിക്ക് തോന്നുന്നു പലപ്പോഴും മാം സംസാരിക്കുമ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ പ്രൊമോഷൻ പരിപാടിയിൽ മുഴുവൻ ഒരുപാട് അറിവുണ്ട്, ഒരുപാട് ഫിലോസഫി, ഭയങ്കരമായിട്ട് നമുക്ക് തന്നെ പല കാര്യങ്ങളും തോന്നും. ഇങ്ങനെ ഒരു ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു മൺചിത്രത്താഴിലെ സണ്ണിയാകേണ്ടത് പുള്ളിക്കാരത്തിയായിരുന്നു. ശ്രീദേവി അല്ല, സണ്ണിയെ പൂട്ടിയിട്ടുണ്ട് എന്ന് തോന്നുന്നു. കാരണം അത്ര അറിവാ. 10 തലയാ എന്നൊക്കെ പറഞ്ഞ പോലെ. രാവണൻ, സണ്ണിക്കുട്ട എന്നൊക്കെ മിസ് ചെയ്യുന്നല്ലേ തിലകൻ സാറിനൊക്കെ ഭയങ്കരമായിട്ട്. ശരിക്കും മാമിനത് ഭയങ്കര ഇതായിരിക്കൂലേ. ലൈക്ക് എനിക്കിപ്പോഴും ആ മറ്റേ സീൻ എന്തോന്നാ ഹരിക്കുമ്പോഴും കുഴിക്കുമ്പോഴും അതല്ലേ ആ സമയത്തെ ഒരു മാനറിസംസും അങ്ങനത്തെ ഓൾ നോസ്റ്റാൾജിക് മെമ്മറീസ് ആണ്. അതെ 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 അതെ. പിന്നെ ഈ സാർ പറഞ്ഞില്ലേ ഒരു ഫിലോസഫി, ലൈഫിന്റെ ഫിലോസഫി ഒക്കെ പറയും. ഇത് ഫിലോസഫി അല്ലല്ലോ, അനുഭവമാണല്ലോ. അനുഭവമാണല്ലോ, നമ്മുടെ അനുഭവത്തിൽ നിന്നാണല്ലോ ഫിലോസഫി സംസാരിക്കാൻ പറ്റുന്നത്. അതും അനുഭവം മാത്രമല്ല, പഠനമുണ്ടല്ലോ, പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടാവും, പിന്നെ പല നമ്മുടെ റോൾ മോഡൽസ് ഉണ്ടാവും. അതിൽ നിന്നൊക്കെ ആയിരുന്നല്ലോ. പക്ഷേ ഞാൻ പറഞ്ഞത് അത് ചുമ്മാ ഒരു ദിവസം കൊണ്ട് ഉണ്ടാക്കിയതല്ല. എനിക്ക് തോന്നുന്നു കുറെ പടങ്ങൾ ചെയ്താൽ ചിലപ്പോൾ ഞാൻ ഭയങ്കര ബുദ്ധിയുള്ള ആളായി മാറും. അപ്പൊ എന്തായാലും അടുത്ത പടത്തിനും മിക്കവാറും ഞാൻ കൂടെ ഉണ്ടാവും. പിന്നെ മാത്യു സാറാണ് ഡയറക്ടർ. പിന്നെ ശ്രീലാൽ പ്രകാശാണ് ഇതിൻ്റെ പ്രൊഡ്യൂസർ. ഗുഡ് ഡേ മൂവീസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ ഗുഡ് ഡേ മൂവീസ് എന്ന് പറയുന്നത് തന്നെ ഒരു പോസിറ്റീവ് എലിമെന്റ് ആണ്. നല്ല പേരല്ലേ ഗുഡ് ഡേ ഫിലിംസ് എന്ന് പറയുന്നത്. ഹാവ് എ ഗുഡ് ഡേ എന്ന് പറയുമ്പോൾ ഓക്കെ, സീ എ ഗുഡ് ഡേ എന്ന് പറയാം നമുക്ക്, അല്ലേ? സീ എ ഗുഡ് ഡേ ഫിലിം. ഞാൻ എപ്പോഴും എവിടെയെങ്കിലും ചെല്ലുമ്പോൾ ഭാഗ്യത്തിന് കൂട്ടുകാരെ കൂടുമ്പോൾ ആരെങ്കിലും വരുമ്പോൾ ചിലപ്പം ഇതെൻ്റെ ഭാര്യ ശ്രീദേവി ഞാൻ പറയും ശ്രീദേവിയെ പൂട്ടിയിടണം, ശ്രീദേവിയെ പൂട്ടിയിടണത്. അത് പറയാൻ പറ്റുന്നത് അല്ലേ? എല്ലാ ഓർമ്മകളാ. ഞാൻ പറയാൻ വരുമായിരുന്നു, ഒരാൾ സൈഡിൽ ഇങ്ങനെ മിണ്ടാതിരുന്ന് കേക്ക് കാണുന്നതല്ല. എത്രത്തോളം അടിപൊളിയായിരുന്നു ഇവരുടെ കൂടെ വർക്ക് ചെയ്ത്. എനിക്ക് അങ്ങനെയാ ചോദിക്കാൻ തോന്നുന്നത്. നമുക്ക് സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെ കാണുമ്പോഴത്തേക്കും അവരുടെ കാര്യങ്ങളൊക്കെ കേൾക്കാനൊക്കെ ഭയങ്കര ഒരു ത്വരയായിരിക്കുമല്ലോ നമുക്ക്. എങ്ങനെ ഉണ്ടായിരുന്നു ഗായത്രി? അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് ഇവരുടെ രണ്ടുപേരുടെയും കൂടെ ഇല്ല, ഞാൻ ക്യാമിയോ ആണ് അതിൽ ചെയ്തിരിക്കണേ. പക്ഷെ അത് സിദ്ദിഖ് ഇക്കയുടെ കൂടെയാണ്. അപ്പോ ദീപ എന്നാണ് ക്യാരക്ടറുടെ പേര്. വളരെ ഇന്റഗ്രൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ സിദ്ദിഖ് സാറിനോട് ചോദിക്കുന്ന ഒരു ക്യാരക്ടറാണ്. ഞാൻ ഡബിങ്ങിൽ എന്റെ പെർഫോമൻസ് കണ്ടു, അത്യാവശ്യം നന്നായി കുറച്ച് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നണേ. ആൻഡ് അത് മാത്രമല്ല, ഈ സിനിമ എല്ലാവർക്കും ഇഷ്ടാവും. ഫാമിലിക്ക് മാത്രമല്ല, യങ് ജനറേഷനും എല്ലാവർക്കും ഇഷ്ടാവുന്ന ഒരു സിനിമയാണെന്നാണ് എനിക്ക് തോന്നണേ. ബിക്കോസ് ഇറ്റ്സ് എ ലവ് സ്റ്റോറി. ഒരുപാട് നാളിന് ശേഷമാണ് ഒരു ലവ് സ്റ്റോറി വരണേന്ന് എനിക്ക് തോന്നണം. സോ ഭയങ്കര ഡീപ്പായിട്ടുള്ള ഒരു ലവ് സ്റ്റോറി കൂടെയാണെന്ന് തോന്നുന്നു. എനിക്കതിന് കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ലവ് കാണിക്കുമ്പോൾ അതിന്റെ ഒരു ഏറ്റവും പ്യൂറസ്റ്റ് ഫോം അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കും എനിക്ക് ഒരു ഉള്ളിൽ ഒരു തോന്നുന്നത്. സത്യം സത്യം സത്യം. ഞാനൊരു കാര്യം പറയാം. എനിക്ക് ഒരു സീനിയർ കപ്പിളിനെ അറിയാം. അവർക്ക് കുറച്ച് ഏജായി കഴിഞ്ഞ ശേഷമാണ് അവരുടെ ജീവിതത്തിൽ എന്തൊക്കെയോ സാഹചര്യങ്ങളൊക്കെ വന്നിട്ടാണ് പിന്നെയാണ് അവർ കല്യാണം കഴിച്ചത്. പിന്നെ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്, ബാംഗ്ലൂരിലാണ് ഉള്ളത്. പക്ഷെ അവർക്ക് എന്തോ പിണങ്ങിപ്പോയി രണ്ടുപേരും. ഇവർ അവരോട് സംസാരിക്കുന്നില്ല, അവർ ഇവരോട് സംസാരിക്കുന്നില്ല. പക്ഷേ ഒരു വീട്ടിലാണ് ജീവിക്കുന്നത്, താമസിക്കുന്നത് ഒരു വീട്ടിലാണ്, ഒരുമിച്ചാണ്. പക്ഷെ ഇവർ അവരോട് സംസാരിക്കില്ല വർഷങ്ങളോളം. അത് വെറുതെ അല്ല പറയുന്നത്, സത്യം. എന്നിട്ടും ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ ശേഷം രണ്ടു പേർക്കും ഒരു ശീലമുണ്ട്. എന്താണ്? ഈ മുറുക്കാൻ കഴിക്കുന്നത്.
അതല്ലേ പാൻ കഴിക്കുന്നത്. അപ്പോൾ അത് ചുണ്ണാമ്പ് അല്ലേ, ചുണ്ണാമ്പ് എന്നല്ലേ പറയുന്നത്. ആ ചുണ്ണാമ്പുള്ള കറണ്ടി ഉണ്ടല്ലോ, അത് ഒരൊറ്റ കറണ്ടിയേ ഉള്ളൂ വീട്ടിൽ. അപ്പോൾ ആ കഴിക്കുന്ന സമയത്ത് ഇവർ എല്ലാം വെച്ച് കഴിച്ചിട്ട് ഈ ചുണ്ണാമ്പിൻ്റെ എടുത്ത് എവിടെ അയാളിലേക്ക്. അപ്പോൾ അയാൾ ഒരു പാൻ എടുത്ത് കഴിക്കും, പിന്നെ അവിടെ നിന്ന് അതും കൂടെ ഇട്ട് ടക്കൊന്ന് ഇങ്ങോട്ട് അടിക്കും. അപ്പം ഞാനിത് കണ്ടിട്ട് അതെ സംസാരിക്കുന്നില്ല, പക്ഷേ ഈ ചെയ്യുന്ന ആക്ഷനിൽ എത്രത്തോളം ഡയലോഗ്സാണ് ഉള്ളത്, എത്രത്തോളം സ്നേഹമാണ് ഉള്ളത്. തരൂല്ല എന്ന് പറഞ്ഞ് മാറ്റി വെക്കാമായിരുന്നു, ചെയ്തില്ല. ഇത് നമ്മൾ ഇങ്ങനെയൊക്കെയാണ് പാഠങ്ങൾ പഠിക്കേണ്ടത്. ഓക്കെ, സംസാരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, രണ്ടു പേർക്കും വാക്കില്ലാത്ത ഡംബ് ആൻഡ് ഡഫ് എന്ന് വെക്കാം നമുക്ക്. അവർക്ക് വാക്ക് സംസാരിക്കാൻ പറ്റാത്ത ആൾക്കാരാണെന്ന് വെക്കാം. പക്ഷെ എന്തൊരു വലിയ എന്താ പറയുക, ഒരു കമ്പാഷനേറ്റ് കമ്പാറ്റബിലിറ്റി ഉള്ളത്. അവർക്ക് ഇത് വേണമെന്ന് ഇവർക്കറിയാം, ഇവർക്ക് അത് വേണമെന്ന് അവർക്കറിയാം. ഇത് മതി ജീവിക്കാൻ, ആ ഒരു ചെറിയ കാര്യം മതി ജീവിക്കാൻ, അല്ലേ? പലതും പല വിഷയത്തിലും പലവരും കംപ്ലൈൻറ്റ് ചെയ്യാറുണ്ട്. അത് ശരിയല്ല, ഇത് ശരിയല്ല, ഇത് ശരിയല്ല, ഇത് ഒക്കത്തില്ല, ഇതുകൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റുന്നില്ല, ഇത് പോരാ എന്നൊക്കെ പറയാറുണ്ട്. അതല്ലാതെ ഇത്രയും ഉണ്ടല്ലോ, ഇത് മതിയല്ലോ എനിക്ക് ധാരാളം, അതുണ്ടല്ലോ ഇത് മതി എനിക്ക് ധാരാളം എന്നുള്ള ഒരു സംതൃപ്ത ഭാവം നമുക്ക് വരുന്നത് ഒരു ചെറിയ ഒരു അനുഭവം, ജീവിതാനുഭവം, ഒരു കല്യാണം, ഒരു കൊച്ച്, ഇതൊക്കെ കഴിയുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ അനുഭവം കിട്ടുന്നത്. പക്ഷെ കിട്ടിയ അനുഭവം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. പിന്നെ പോന്തോറും ഒരു ജീവിതത്തിൽ എന്തുണ്ടെങ്കിലും, ഇപ്പം നമുക്ക് ഒരു 1000 കംപ്ലയിൻറ്റ്സ് ഉണ്ടാവാം നമ്മുടെ പാർട്ട്ണറിനെ കുറിച്ച്. അപ്പോൾ നമുക്ക് ഉള്ളത് നല്ലത് വെച്ച് നമുക്ക് ജീവിക്കാം. നല്ലത് വെച്ച് കുറേ നല്ലതും ഉണ്ടാവുമല്ലോ. എപ്പോഴും ചിന്തിക്കുമ്പോൾ ചീത്തയെക്കുറിച്ച് മാത്രമേ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ പിന്നെ ജീവനം പോയി. അങ്ങനെയല്ല. ഞാൻ മുമ്പ് എവിടെയോ വായിച്ചിട്ടുണ്ട്, അതായത് ഒരിക്കലും ഒരു റിലേഷൻഷിപ്പ് ഭയങ്കര ഈസി ആയിരിക്കില്ല, നമ്മൾ ആരുടെ കൂടെ സ്ട്രഗിൾ ചെയ്യണം എന്ന് നമ്മൾ ചൂസ് ചെയ്യുന്നതനുസരിച്ചിരിക്കും എന്ന് പറഞ്ഞിട്ട് മാം പറഞ്ഞപ്പോ എനിക്ക് അങ്ങനെ ഒരു സത്യം അല്ലേ സാറേ? അല്ല, ചൂസ് ചെയ്താലും നമ്മളിപ്പം ചൂസ് ചെയ്യുന്നതെല്ലാം ശരിയാണോന്ന് നിർബന്ധമൊന്നുമില്ല. ഇതൊക്കെ ഒരു ഭാഗ്യമാണ്. ഇപ്പം ഞാൻ ആലോചിക്കായിരുന്നു, എൻ്റെ വെഡിങ് ആനിവേഴ്സറി 24 വർഷം. അപ്പൊ ഞാൻ എൻ്റെ വൈഫ് ഷൈനി പിള്ളേരോട് ഞാൻ പറഞ്ഞു, മോളെ 24 വർഷം എന്ന് പറഞ്ഞാൽ നിനക്കറിയോ 2 ജീവപര്യന്തമാണ്, 12 അങ്ങനെ 2 ജീവപര്യന്തമാണ് ഞാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇനി 3ാമത്തെ ജീവപര്യന്തത്തിലേക്ക് പ്രവേശിക്കുകയാണ്. എപ്പോഴും ഞാൻ പറഞ്ഞു, നമ്മൾക്കൊരു കമ്പാനി എന്ന് പറയുന്നത് അത് നമ്മുടെ ഒരു ഗിഫ്റ്റാണ്, ദൈവാനുഗ്രഹമാണ്. നമ്മളെ മനസ്സിലാക്കുന്ന ഒരാളെ കിട്ടുക. പിന്നെ പരാതിയും പരിഭവവും കൊച്ചു കൊച്ചു വഴക്കൊക്കെ ഉണ്ടാവും, എങ്കിലും പൂർണ്ണമായും നമ്മളുടെ ഒപ്പം നിൽക്കുന്ന ഒരാൾ, അത് വലിയൊരു ഭാഗ്യമാണ്. അപ്പം മധുരമയ ജീവിതത്തിൻ്റെ ഒരു പ്രമേയം പരസ്പരം മനസ്സിലാക്കുന്ന, ഇഷ്ടപ്പെടുന്ന, ഒന്നിച്ചിരുന്നെങ്കിൽ എന്ന് പ്രേക്ഷകരാഗ്രഹിക്കുമല്ലോ. ഇപ്പം നമ്മൾ മനുഷ്യനാണെങ്കിൽ സണ്ണിയും മറ്റേ ശ്രീദേവി ഒന്നിക്കണമെന്ന് പ്രേക്ഷകർ ആഗ്രഹിച്ചു. അല്ലെങ്കിൽ ആ പടം ഒരിക്കലും പൂർണ്ണമാവില്ല. അത് ഭയങ്കര ബുദ്ധിഹാസനമായി. എനിക്കൊന്ന് സിനിമയുടെ സെയിം ക്ലൈമാക്സ് അതാണ്. അപ്പോൾ എന്ന് പറയുന്ന പോലെയാണ് ഇവർ രണ്ടുപേരും ഒന്നിച്ചത്. ഇവർ നന്നായി നല്ല മനസ്സിലാക്കുന്നത്, അവർ ജീവിച്ചാൽ എന്താ കുഴപ്പം, അവർ ജീവിക്കട്ടെ, അവർ സന്തോഷിക്കട്ടെ എന്ന് പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന രീതിയിലാണ് ഈ മധുരമയ ജീവിതം. ആ സിദ്ദിഖേട്ടനും മേമും നല്ല രസകരമായിട്ട് ഇവരൊരുപാട് സിനിമകൾ ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അപ്പം അതിൻ്റെ ഒരു ഭയങ്കര കെമിസ്ട്രിയാണ് ഒരു വർക്ക് അയക്കുന്നത്. ഞാൻ പിന്നെ ഇവരുടെ ഇടയിലുള്ള കുറച്ച് കാര്യങ്ങൾ ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളെന്നേ ഉള്ളൂ. കുറച്ച് പുട്ടിന് പീരെ പോലെ ഇടയ്ക്കിടയ്ക്ക് വന്ന് പോകുന്ന ഒരാൾ. നമ്മുടെയൊക്കെ സിനിമ പരിപാടി പോലെ പരിപാടി. പക്ഷേ ഇവരുടെ ക്യാരക്ടറിന് 2 ക്യാരക്ടറുള്ള ഡെപ്തുണ്ട്. മാം സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഫീല് മനസ്സിലാകുന്നുണ്ട്. അപ്പം പുള്ളിക്കാരി എത്ര മനസ്സിൽ ശ്രദ്ധിക്കേണ്ട പോലെ ഹൃദയത്തിൽ നിന്നാണ് പുള്ളിക്കാരി അത് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ സ്നേഹം, പ്രണയം, ഇഷ്ടം എന്നൊക്കെ തോന്നുന്നത് ഇപ്പൊ കൊച്ചു പ്രായത്തിൽ അതൊരു വേറെ മാതിരിയായിരിക്കും. അപ്പോൾ തന്നെ എത്ര കോൺഷ്യസ് ആയിട്ടാണ് ഈ പാർട്ട്ണറിനെ ഏറ്റെടുക്കുന്നത് അല്ലെങ്കിൽ സെലക്ട് ചെയ്യുന്നത്, അല്ലേ? ഭയങ്കര കോൺഷ്യസ്. ഇത് ശരിയാണോ, അത് ശരിയാണോ, ഇത് ശരിയാവോ, അത് ശരിയാവോ, പല പല ഇതുണ്ടാവും, ഇഷ്യൂസ് ഉണ്ടാവും. ഇതൊക്കെ ഈ സീനിയർ ലെവലിൽ വെച്ച് വേറെ പോലത്തെ ഇഷ്യൂസാണ്.
അവരിപ്പോൾ നല്ല ഒരു ഡീസൻറ്റ് ജീവിതം കഴിഞ്ഞ ശേഷം പിന്നെ ഇത് ഇൻഡീസെൻ്റ് ആണോന്നോ അങ്ങനെയല്ല, ഇതുപോലെ ചിന്തിക്കാൻ പറ്റുമോ, എന്തിനാ ഇവരിങ്ങനെ ചിന്തിച്ച് പോയത് എന്ന് മറ്റുള്ളവർ ചിന്തിക്കുമോ എന്നുള്ള ഒരു ഇത് സീനിയേഴ്സിന് ഉണ്ടാവും, ഒരു ഭാവം സീനിയേഴ്സിന് ഉണ്ടാവും. കുറെ കൂടെ ലോകം കണ്ടതിന്റെയും കൂടെ ഒരു ഇതായിരിക്കും അല്ലേ തോട്ട് അങ്ങനെ വരുന്നത്. ആ തോട്ട് അങ്ങനെ വരുന്നത്. അത് മാത്രമല്ല, ഇപ്പോൾ എല്ലാവരുടെ മുമ്പിൽ ഒറ്റയ്ക്ക് നടക്കുന്ന ഒരു സ്ത്രീ നാളെ പെട്ടെന്നൊരു കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ ഒരു സീനിയർ ഏജിൽ വെച്ച് എൻ്റെ ഭർത്താവാണ് അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരനാണെന്ന് ഒരുമിച്ച് നടന്നാൽ എങ്ങനെയായിരിക്കും കാണുന്നവരുടെ ഒരു ദൃഷ്ടി, അല്ലേ? എങ്ങനെയായിരിക്കും അവരുടെ അഭിപ്രായം? ഇതൊക്കെ ഉണ്ടാവുമല്ലോ. ഈ ഒരു മാനസികമായ ഒരു ഇത് എപ്പോഴും സംഘർഷം എപ്പോഴും ഉണ്ടാവും കേട്ടോ. അത് പിന്നെ മറ്റേ പാർട്ട്ണർക്കും അങ്ങനെയാണ്. പിന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ ഡേഞ്ചറസ് തിങ് എന്ന് പറഞ്ഞാൽ അത് കല്യാണം കഴിഞ്ഞിരിക്കുന്ന മക്കളാണ്. ഇപ്പം മക്കളുടെ മുമ്പിൽ പുതിയതായിട്ട് കല്യാണം കഴിച്ച് വരുന്ന ഒരു സീനിയർ ആള്, ഒരു സീനിയർ മനുഷ്യൻ, സീനിയർ സ്ത്രീ, ഇങ്ങനെയാണ്. അപ്പോൾ ഇവർ എവിടെ വെച്ച് ജീവിക്കുക? ജീവിതത്തിൽ ഇപ്പോൾ അവരുടെ മക്കളോ മറ്റുള്ളവരോ ഇതിൽ ഒത്തുനിന്നാൽ ഇത് ഓക്കെയാണ്, എതിർത്താലോ എന്താ ചെയ്യേണ്ടത്? അവരാണോ ഇമ്പോർട്ടൻറ്റ്, ഇവരാണോ ഇമ്പോർട്ടൻറ്റ്? ഇങ്ങനെ ഒരു സംഘർഷം നമ്മളിൽ കയറിക്കൊണ്ടിരിക്കും. സോ അതിൻ്റെയൊക്കെ മൊത്തം എല്ലാ ഭാവങ്ങളും ചേർന്നിട്ടുള്ള അതെ ഒരു സ്നേഹകഥയാണ് മധുരമീ ജീവിതം. അതെ അതെ. ഗായത്രിയുടെ ഐഡിയ ഓഫ് ലവ് എന്താ? ഇവർ രണ്ടുപേരും പറഞ്ഞതൊക്കെ കേട്ടിട്ട് ഐഡിയ ഓഫ് ലവ് അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് ഇപ്പൊ നമ്മൾ കേൾക്കുന്നുണ്ട്. ജോൺ ചേട്ടൻ അറിയോ, ഇപ്പം കുറെ ഷിപ്പുകളുണ്ട്, റിലേഷൻഷിപ്പ്, സിറ്റുവേഷൻഷിപ്സ്, അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളുണ്ട്. അറിയോ, ജെൻസി പിള്ളേരുടെ കുറെ ടേംസ് ഉണ്ട്. നമ്മുടെ പോലെ പണ്ട് നമ്മൾ കേട്ടിട്ടുള്ളത് ഒരാളെ കാണുന്നു, ഇഷ്ടപ്പെടുന്നു, അടുത്തത് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ അടുത്ത കല്യാണം, അങ്ങനെയായിരുന്നു. ഇപ്പൊ ഒരുപാട് സിറ്റുവേഷൻഷിപ്സ് ഉണ്ട് അല്ലെ, എന്തൊക്കെയോ ഷിപ്പുകളുണ്ട്. സിറ്റുവേഷൻഷിപ്പ് മാത്രമേ കേട്ടിട്ടുള്ളൂ, കുറെ ഷിപ്പ് ഉണ്ട്, എന്തൊക്കെയോ ഉണ്ട്. എന്തായാലും നമുക്ക് വൈകുന്നേരം കുറെ ടിപ്പ് ഇറങ്ങിയിട്ടുണ്ട്. അതൊന്നും അത്ര നല്ലതല്ല, അതിലേക്ക് ബാൻ ചെയ്യേണ്ട കാലം കഴിഞ്ഞു. തീർച്ചയായിട്ടും പെൺകുട്ടികളും ആൺകുട്ടികളും വളരെയധികം ശ്രദ്ധിക്കണം. ഒരു ഷിപ്പിനും പോയത് ആളുകൾ വീട്ടുകാരാലോചിച്ചെന്ന് കല്യാണം കഴിക്കുക, അന്തസ്സായിട്ട് ജീവിക്കുക. പക്ഷെ എനിക്ക് കേൾക്കാൻ കൊതിയായി പോയി ഈ ഏജ് ഗ്രൂപ്പിൽ നിന്ന് ഒന്ന് പറയാം. ഐഡിയ ഓഫ് ലവ് ഇസ് ഫ്രീഡം. അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള സ്വാതന്ത്ര്യം, എന്തും പറയാനുള്ള സ്വാതന്ത്ര്യം, അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാനുള്ള കേപ്പബിലിറ്റി, പിന്നെന്താണ് ട്രസ്റ്റ്, എല്ലാം തുറന്നു പറയാ, അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്പെറന്റ് ആയി നിൽക്കാൻ പറ്റുക. അതായത് നമ്മളെ ഒരിക്കലും കൈവിടില്ല എന്ന് തോന്നുന്ന, അല്ലെങ്കിൽ ഹൂ ക്യാൻ പ്രൊട്ടക്ട് അസ്, അങ്ങനത്തെ, അതാണ് എനിക്ക് തോന്നണേ ലവ്. ഓക്കെ, ഈ ഫാളിങ് ഇൻ ലവ് എന്ന് പറയുന്ന ഇതിൽ തന്നെ എനിക്ക് എതിർപ്പുണ്ട്. അത് ഫാളിങ് ഇൻ ലവ് അല്ല, ലിവിങ് ഇൻ ലവ്. എന്തിനാ ഫോളോ ആവുന്നേ? ഇറ്റ് ഷുഡ് നോട്ട് ബി ഫാളിങ് ഇൻ ലവ്, ഇറ്റ് ഷുഡ് ബി ലിവിങ് ഇൻ ലവ് ഓർ ലവിങ് വിത്ത് ലവ്, അല്ലേ? അങ്ങനെയാണ്. അങ്ങനെ ഒരു ലവ് സ്റ്റോറിയാണ് മധുരമീ ജീവിതം. പിന്നെ ഇതിലിപ്പോൾ ആദ്യം എന്നോട് കഥ പറയുമ്പം എനിക്ക് വളരെ സന്തോഷമായിപ്പോയി. എന്താണെന്നറിയോ, ഇപ്പോൾ കുറേ ഒരു 40-50 പടങ്ങൾ കഴിഞ്ഞ ശേഷമാണ് ഞാൻ ലീഡ് റോളിലുണ്ടെന്നുള്ള ഒരു സന്തോഷം. ഒരു 40-50 പടത്തിൽ ഹീറോയിനായിട്ട് അഭിനയിച്ച് കഴിഞ്ഞ ശേഷമാണ്, പല ലാംഗ്വേജസിൽ കഴിഞ്ഞ ശേഷമാണ് ക്യാരക്ടർ റോൾസിലേക്ക് ഞാൻ മാറിയത്. അപ്പോൾ നല്ല വേഷങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, നല്ല വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു ലീഡ് റോളിൽ വെച്ച്, ഈ പ്രായത്തിൽ ഒരു ലീഡ് റോളിൽ വെച്ച് ഒരു ക്യാരക്ടർ വരുമ്പം ഭയങ്കര സന്തോഷമായി പോകും, അല്ലേ? ആ കിട്ടുന്ന സ്പേസ്, പിന്നെ എനിക്ക് വർക്കൗട്ട് ചെയ്യാന്നുള്ള ചില ദൃശ്യങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്ന ഒരു സാഹചര്യം, ഇതൊക്കെ ഉണ്ടാവുമല്ലോ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിപ്പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറേ സമയം കഴിഞ്ഞിട്ടാണ് സിദ്ദിഖ് ജിയെ ചോദിച്ചുകൊണ്ടിരിക്കുന്നു, അവർ തിരക്കിലാണ്, ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, പിന്നെ ആരുടെയൊക്കെയോ 2 പേരുടെ ഇതൊക്കെ പറഞ്ഞു, പേരൊക്കെ പറഞ്ഞു. എനിക്ക് അവർ അറിയില്ല, ഞാൻ അവരുടെ കൂടെ അഭിനയിച്ചില്ലായിരുന്നു. പക്ഷെ അവസാനം ഒരു ദിവസം സിദ്ദിഖ് ജി ഉറപ്പിച്ചിട്ടുണ്ട്, സിദ്ദിഖ് ജി വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എന്തൊരു സന്തോഷമാണെന്ന്, ഭയങ്കര സന്തോഷമായി. ആദ്യം കഥ പറയുമ്പോൾ തന്നെ ആ ക്യാരക്ടറിൽ അവർ ചിത്രിച്ച് പോയി, ഇവരായിരിക്കും, സാറായിരിക്കും ചെയ്യുന്നത് എന്നുള്ളത്.
അപ്പോൾ അങ്ങനെ അത് നടന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് സിദ്ദിഖ് ജിയോടൊപ്പം പിന്നെയും അവരുടെ ഒപ്പം പെർഫോം ചെയ്യാനുള്ള ഒരു അവസരം കിട്ടി. ഞാൻ ആക്ച്വലി ഇന്നിപ്പം സിദ്ദീഖിക്കും വിനയ മാമും ഒരുമിച്ചുണ്ടെങ്കിൽ ചോദിക്കാൻ വെച്ചിരുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. വിനയ മാമിന്റെ എല്ലാവരും പറയുന്നത് നമ്മുടെ മണിച്ചിത്രത്താഴാണ്, പക്ഷെ എനിക്ക് അതിന് മുമ്പേ എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ഒരു ക്യാരക്ടർ ഉണ്ട്, ലീന, മൂക്കില്ല രാജ്യത്തിലെ ലീന. നമുക്ക് ഭയങ്കര അല്ലേ ആ ഒരു സമയത്തൊരു നിങ്ങൾ ഒരുമിച്ച് ആ മൂവിയിൽ വർക്കിംഗ് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പൊ അത് വെച്ച് ചോദിക്കണം എന്ന് എനിക്കുണ്ടായിരുന്നു. പക്ഷെ സിദ്ദിഖൊക്കെ പോയി കളഞ്ഞു. ആ സമയത്ത് നിങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്ത് പിന്നെ ഇപ്പഴായിരിക്കും അല്ലേ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നത്? അല്ല ആദ്യം മുഖ്യല രാജ്യത്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് ലാളനം എന്നൊരു പടം വന്നു, ബേബി ഷാമിലി ഉണ്ടായിരുന്നു. അതെ, ഒരു സൊറോഗേറ്റ് മദർഷിപ്പ്, ഫോസ്റ്റർ മദർ, അതായിരുന്നു അതിന്റെ സബ്ജക്റ്റ്. നല്ല പടമായിരുന്നു. കമേഴ്ഷ്യലി വലിയ ഹിറ്റൊന്നും അല്ല, പക്ഷെ നല്ല പടമായിരുന്നു, നല്ല സബ്ജക്റ്റാണ്. ഊട്ടി, കൂന്നൂർ അവിടെയൊക്കെ വെച്ച് ഷൂട്ടിംഗ് ചെയ്തതാണ്. അത് കഴിഞ്ഞ ശേഷം പിന്നെ ഇത് സ്ത്രീ എന്നുള്ള സീരിയൽ അത് കുറേ വർഷങ്ങളാണ് ഒരുമിച്ച് വർക്ക് ചെയ്തത്. അത് കഴിഞ്ഞ സെൻട്രൽ ജയിലിൽ നിന്നുള്ള വേറൊരു പടം, അതില് ദിലീപിന്റെ നമ്മുടെ മേരിക്കൊണ്ടൊരു കുഞ്ഞാടില് സിദ്ദിഖ് സർ സിദ്ദിഖ് സർ ഉണ്ടായിരുന്നില്ല. സൺഡേ ഹോളിഡേ അതില് ഒരുമിച്ച് അഭിനയിച്ചു. പിന്നെ സെൻട്രൽ ജയിലിൽ അഭിനയിച്ചു. പിന്നെ ഇത് ഇങ്ങനെയൊക്കെ. പക്ഷെ ആ മൂക്കില്ല രാജ്യത്തിന്റെ എന്തെങ്കിലും ഒരു മെമ്മറി അല്ലെങ്കിൽ അന്നത്തെ അവിടുത്തെ ഷൂട്ടിങ്ങിന്റെ എന്തെങ്കിലും ഒരു കാര്യം ഷെയർ ചെയ്യാൻ പറ്റും? ഓക്കെ, മൂക്കില രാജ്യത്തിൽ എനിക്കുള്ളത് കുറച്ച് മോഡേൺ ക്യാരക്ടറാണ്. ഒരു മിഡി ടോപ്പ് ഇതൊക്കെ ഇട്ടിട്ട് വരുന്ന ജീൻസ് ഇതൊക്കെ ഇട്ടിട്ട് നടക്കുന്ന ഒരു സ്ത്രീയാണ്. എപ്പോഴും ഈ വട്ടന്മാരാണ് ഇഷ്ടം അവൾക്ക്, നോർമൽ ആൾക്കാർ ആരും ഇഷ്ടമല്ല. അപ്പോൾ അവരോടൊപ്പം നടക്കുന്ന അവരാണ് നോർമൽ ആൾക്കാർ, മറ്റുള്ളവരൊക്കെ ഭ്രാന്തമാരാണ്, വട്ടന്മാരാണ് എന്ന് ആലോചിച്ച് നടക്കുന്ന ഒരു സ്ത്രീയാണ്. ഇപ്പോൾ ആ കാലഘട്ടത്ത് പെരുന്തച്ചൻ പടം കഴിഞ്ഞിട്ടില്ല, നെക്സ്റ്റ് പടം ഇതായിരുന്നു. അപ്പോൾ പെരുന്തച്ചൻ്റെ ഒരു തമ്പുരാട്ടിയാണ്. ഒന്നാലോചിച്ച് നോക്കാം, അതുപോലത്തെ ഡ്രസ്സ്, അതുപോലത്തെ തലമുടിയൊക്കെ ഇതൊക്കെ ആയിട്ട്. എൻ്റെ കയ്യിൽ ഇപ്പോഴും അതിൻ്റെ സ്റ്റിൽസൊക്കെ ഉള്ളതാണ് കേട്ടോ. ഏതാ അതുപോലത്തെ ഒരു ട്രഡീഷണൽ ക്യാരക്ടറിൽ കണ്ടിട്ട് പെട്ടെന്നൊരു ഈ മോഡേൺ ഇതിലേക്ക് വരുന്നത് എനിക്ക് തന്നെ ഉൾക്കൊള്ളാൻ പറ്റിയില്ല. എന്താണിത്, ഇത് ഓക്കെ, ഇറ്റ്സ് ഓക്കെ. ബട്ട് കാണുന്നവർക്ക് അവർ അരേ ഇത് തമ്പുരാട്ടിയാണോ, അവരാണോ ഇത് ചെയ്തത്, ആ തമ്പുരാട്ടിയാണല്ലോ, ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ തുടങ്ങി. ചുറ്റുള്ളവരൊക്കെ സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ പിന്നെ ഞാൻ ആലോചിച്ചു, ഇത് ശരിയായില്ലെന്ന് തോന്നുന്നു. പക്ഷേ ആ പടത്തിൻ്റെ ഷൂട്ടിംഗ് അറ്റ്മോസ്ഫിയർ, ഇറ്റ് വാസ് സോ ഫണ്ണി, എവറിത്തിങ് വാസ് ഫണ്ണി. ഒന്ന് ആലോചിച്ച് നോക്കൂ, തിലകൻ സർ, സിദ്ദിഖ് ജി, മുകേഷ് സർ, പിന്നെ ജഗതി ശ്രീകുമാർ, ഭയങ്കര ചിരി എന്ന് വെച്ചാൽ എപ്പോഴും ചിരിയാണ്. ഇപ്പോഴും ഭയങ്കര ചിരിക്കുന്ന ഒരു മൂവിയാണ്. പിന്നെ ഇപ്പൊ ഈ സോഷ്യൽ മീഡിയ വന്നു കഴിഞ്ഞ ശേഷം കൂടുതൽ അതിനെക്കുറിച്ചുള്ള റീൽസ്, കൂടുതൽ അതിനെക്കുറിച്ചുള്ള ഡബ്ഡ് വേർഷൻസ് എത്രയൊക്കെയാണ് വന്നിരിക്കുന്നത്, കൂടുതൽ വന്നിരിക്കുന്നു. അപ്പൊ അതൊരു വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു, ഭയങ്കര വണ്ടർഫുൾ എക്സ്പീരിയൻസ്. ജോൺ ചേട്ടൻ ജീവിതം മധുരമാക്കാൻ എന്തൊക്കെയാ ചെയ്യാറ്? ജീവിതം മധുരമാക്കാൻ ഞാൻ ചെയ്യാറുള്ളത്, എൻ്റെ ചുറ്റുപാടുമുള്ളവരുടെ സന്തോഷം ഞാൻ ഒരുപാട് ആഗ്രഹിക്കും. എൻ്റെ ചുറ്റുപാടുമുള്ളവർ ഒത്തിരി സന്തോഷിക്കുന്നതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മധുരം. അവരുടെ സന്തോഷത്തിന് വേണ്ടിയാണല്ലോ നമ്മൾ. അവരെ സന്തോഷിക്കാതെ ഞാൻ മാത്രം സന്തോഷിക്കുന്നതിൽ എൻ്റെ വൈഫ്, കുട്ടികൾ, എൻ്റെ സഹോദരന്മാർ, എൻ്റെ പെങ്ങന്മാർ, അവരെല്ലാവരും, അതെല്ലാം നമ്മുടെ പ്രിയപ്പെട്ടവർ ഏറ്റവും, പിന്നെ സുഹൃത്തുക്കൾ, ഇവരെല്ലാവരും ഹാപ്പി ആയിരിക്കണം, നമ്മൾ ഹാപ്പി ആയിരിക്കണം എന്നാഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. എന്നാലേ ഉണ്ടാവുള്ളൂ. നമ്മൾ ഒരു ചെറിയ നമ്മുടെ കുടുംബത്തിലൊരു അംഗം കുറച്ച് കുഴപ്പമോ അല്ലെങ്കിൽ ഒരു അസുഖമോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് നമ്മളെ മൊത്തത്തിൽ ബാധിക്കില്ലേ? അപ്പം അവിടെ നമ്മുടെ സഹോദരിയോ ആ ഫാമിലി മൊത്തം വിഷമിച്ചിരിക്കുമ്പോൾ നമുക്ക് പിന്നെ എന്താ സന്തോഷം? അപ്പം അങ്ങനെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു ചുറ്റുപാട് ഉണ്ടാക്കിയെടുക്കാൻ വലിയ പാടാണ്. പക്ഷെ അതിനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്.
അങ്ങനെ ഉണ്ടല്ലേ ഒരു ഫംഗ്ഷൻ ആണല്ലോ എല്ലാവരും വിളിക്കുമ്പോൾ, അല്ലെങ്കിൽ കണ്ടില്ല അവളെ കണ്ടില്ലടാ, അവളങ്ങനെ അല്ലേടാ എന്ന് പറയുമ്പോൾ നമുക്ക് പിന്നെ അതൊരു ഇതാ. അപ്പം ചുറ്റുപാടുമുള്ള എല്ലാവരും സന്തോഷിക്കുന്നതാണ് എൻ്റെ മധുരമയ ജീവിതം. ആ ക്വസ്റ്റ്യൻ നിങ്ങൾ രണ്ടുപേരോടും ചോദിച്ചാൽ എന്ത് പറയും? പറയുമോളെ. ഞാൻ ഈ നിമിഷത്തിൽ ജീവിക്കാൻ നോക്കും. ഇന്ന് എന്നെ ഇവിടുത്തെ ഒരു ചേച്ചി കണ്ടപ്പോ തന്നെ പറഞ്ഞു വളരെ ഹാപ്പി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടല്ലോ എന്ന്. അപ്പൊ ഞാൻ കുറച്ച് നാളായിട്ട് ഈ നിമിഷത്തിൽ ജീവിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഞാൻ എപ്പോഴും എന്റെ മൈൻഡിലായിരുന്നു ഫുൾ തോട്ട്സ്, കോൺസ്റ്റന്റ് തോട്ട്സ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അത് നമ്മളെ എഫക്ട് ചെയ്യും. പക്ഷെ ഇപ്പൊ ഞാൻ ഈ ചുറ്റുപാടിലാണ് ജീവിക്കണേ. അതുകൊണ്ട് എനിക്ക് ആൾക്കാരോട് കൂടുതൽ സംസാരിക്കാൻ പറ്റുന്നുണ്ട്, കൂടുതൽ തമാശ പറയാൻ പറ്റുന്നുണ്ട്. അങ്ങനെയാണ് ഞാൻ എന്റെ ലൈഫ് മധുരമാക്കുന്നത്. അല്ല, ഗായത്രി കാണുമ്പോഴും നമുക്കും ആ ഒരു പോസ്റ്റ് എപ്പോഴും ചിരിച്ച് ഭയങ്കര ഹാപ്പി ആയിട്ട് ഇങ്ങനെ നടക്കുന്ന പോലെ. ശരിയാട്ടോ, എന്നെ ഇന്ന് കണ്ടപ്പോഴുണ്ട് ഒരുപാട് കാലം പരിചയമുള്ളവരെ. പോസിറ്റീവാ. അല്ല, പക്ഷെ സാറ് കണ്ടിട്ടുണ്ടാവില്ല, മോള് കണ്ടിട്ടുണ്ടാവല്ലോ ഇത്തിരി പടം. അല്ല അതെ, എന്നാലും എന്നെ കണ്ടപ്പോ അല്ല സാധാരണ ആണെങ്കിൽ ഞാൻ സത്യം പറഞ്ഞാൽ ഇതിവിടെ എന്തോ ആങ്കർ ചെയ്യാനോ വല്ലതും ചോദ്യങ്ങൾ ചോദിക്കാനൊക്കെ വന്ന ആൾക്കാരാണെന്ന് ഞാൻ വിചാരിച്ചത്. എനിക്കങ്ങനെ വലിയ അല്ല ഞാൻ സത്യം അതുകൊണ്ടായിരിക്കും. പക്ഷേ പിന്നെ അതിനകത്ത് അഭിനയിച്ചിട്ടുള്ള കാര്യം എനിക്കറിയില്ല, കോമ്പിനേഷൻ ഇല്ലായിരുന്നു. എന്നാലും വളരെ പോസിറ്റീവായിട്ടുള്ള കുട്ടിയാണ് ഗായത്രി. ഗായത്രിക്ക് ഒരുപാട് കാലം മലയാള സിനിമയിൽ നല്ല നല്ല വേഷങ്ങൾ കിട്ടി മധുരമയ ജീവിതമാക്കാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. പക്ഷെ നമ്മളെക്കാളും ലൈഫ് ചാലഞ്ചിങ് ഇവർക്കാണ് കേട്ടോ. ഈ ജനറേഷനിനാണ് ഭയങ്കര ചാലഞ്ചിങ്. അവർക്ക് കുറേ സാധിക്കാന്നുള്ള കുറേ ഇതുണ്ട്, ആഗ്രഹങ്ങളുണ്ട്. എനിക്ക് അതാവണം, ഇതാവണം, ഇത് ചെയ്യണം, അത് ചെയ്യണം എന്ന്. നിങ്ങൾക്കും ഞാൻ ജനറേഷനിൽ നിന്നാണ് പറയുന്നത്. ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടാവും. അത് സാധിക്കാന്നുള്ള തടസ്സങ്ങളും കുറേ ഉണ്ട്. അന്നത്തെ കാലത്ത് നമുക്കുണ്ടായിരുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിപ്പോൾ ഡബിളാണ്. പിന്നെ കോമ്പറ്റേറ്റീവ് സ്പിരിറ്റ് ആണ്. പിന്നെ അപ്ഡേറ്റിംഗ്, ഓരോ മിനിറ്റും അപ്ഡേറ്റിംഗ് ആയിരിക്കണം. അല്ലെങ്കിൽ ഞാൻ എവിടെയെങ്കിലും കുറഞ്ഞു പോയോ എന്നുള്ള ഉള്ളിലുള്ള ഒരു തോന്നൽ അല്ലേ. ഇതൊക്കെ you meet the challenges, you update yourself, you educate yourself, be little more agile and fresh and present yourself. ഇതൊക്കെയല്ലേ ചാലഞ്ചസ്. അങ്ങനെ ആവുമ്പം ഒരു ആശ്വാസം. ഓക്കെ, ഇന്ന് ഇത് എനിക്ക് ചെയ്യാൻ പറ്റി എന്നുള്ള ഒരു സന്തോഷം അല്ലേ. അതേ സന്തോഷം, അതേ ഉത്സാഹം നമ്മളിലും ഉണ്ട്. സാറ് എന്നെക്കാൾ ചെറിയ പ്രായമാണ് എങ്കിലും ഞാൻ പറയുന്നത് ആ ഉത്സാഹം നമ്മളിലും ഇപ്പോഴും ഉണ്ട്. ഞാൻ ജീവിതത്തിൽ മാധുര്യം കാണുന്നത് ഈ ഉത്സാഹത്തിലാണ്. ഒരു മിനിറ്റിൽ പോലും ഈ ഉത്സാഹം ഞാൻ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. നമ്മളിൽ ഒരു ഉത്സാഹമുണ്ടെങ്കിൽ മാത്രമേ നമുക്കത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റൂ. ഈ എയർക്രാഫ്റ്റിൽ ഇരുന്നിട്ട് എന്തെങ്കിലും അപകട പറ്റിയാൽ ഈ ഓക്സിജൻ മാസ്ക് താഴെ ഇറങ്ങിയാൽ ആദ്യം നിങ്ങൾ എടുക്കൂ എന്ന് പറയില്ലേ. So take care of yourself first so that you can take care of so many others. ഇങ്ങനെയാണ് ഞാൻ മാധുര്യം കാണുന്നത്. ഓക്കെ, അപ്പോ നമ്മുടെ ടൈം അതിക്രമിച്ചു. എനിക്ക് കുറേ വിനയ മാമിന്റെ കുറേ സ്വീറ്റ് ആയിട്ടുള്ള വേർഡ്സ് ജോൺ ചേട്ടന്റെ ആണെങ്കിലും ഗായത്രിയോട് അധികം സംസാരിക്കാൻ പറ്റിയില്ല. പക്ഷേ ഞാൻ സമയം എടുത്ത് വേറെ ഡീറ്റെയിൽഡ് ആയിട്ട് ഗായത്രി ഒരു ഇന്റർവ്യൂ എടുക്കുന്നതായിരിക്കും. അപ്പോ താങ്ക് യു സോ മച്ച്. മധുരമയ ജീവിതം ഒരുപാട് മധുരമുള്ളതാവട്ടെ. ഒരുപാട് മാം ഇനി ഒരുപാട് ആക്റ്റീവായിട്ട് നമുക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് റിക്വസ്റ്റ് ഉണ്ട്. പറ്റുമെങ്കിൽ ഒരു പിന്നെ നമ്മള് ചില ബ്ലോഗേഴ്സ് ഒക്കെ ചെയ്യുമല്ലോ എന്ന് പറയുന്ന പോലെ മാമിന്റെ അറിവുകൾ അല്ലെങ്കിൽ എന്റെ ജീവിതത്തിൽ അല്ല ഭയങ്കരമായിട്ട് ഗുണം ചെയ്യും. ഇപ്പോഴത്തെ കുട്ടികൾക്കാണെങ്കിലും അല്ലെങ്കിൽ മാമിന്റെ പ്രായമുള്ള കുടുംബിനികൾക്കാണെങ്കിലും ഇതിങ്ങനെ ചെയ്താൽ ഇങ്ങനെ സന്തോഷം കിട്ടും, ഇങ്ങനെ ചെയ്താൽ ഇന്നത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ ചിരിച്ചോണ്ട് നടക്കാൻ പറ്റും എന്ന് ഷെയർ ചെയ്യണം. അതാണ് ശരിക്കും പറഞ്ഞാൽ ഒരു സുവിശേഷ പ്രവർത്തനം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞത്. അതായത് നമ്മളൊരു നല്ലത് മറ്റുള്ളവർക്ക് കൊടുക്കുക എന്ന് പറയില്ലേ, അത് ചെയ്യണം, ശ്രമിക്കാം. അപ്പോ ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.